നമസ്കാരം. ദണ്ഡകാരണ്യത്തിലെ വളരെ ഞെട്ടിക്കുന്ന ദുരന്തപൂർണമായ കാഴ്ച കണ്ട് രാക്ഷസകുലത്തെ ആകെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞയുമായി ശ്രീരാമദേവൻ അവിടെ നിന്നും സീതാദേവിയും ലക്ഷ്മണനുമൊത്ത് യാത്ര തുടർന്നു. ഇപ്പോൾ ദണ്ഡകാരണ്യത്തിലെ പല കാഴ്ചകളും അതിമനോഹരമാണ്. മുനിമാരുടെ ആശ്രമവും ആ കാണുന്ന ഭംഗിയുമൊക്കെ അത്യാഹ്ലാദകരമായ അനുഭവമാണ് അവർക്ക് പകർന്നു നൽകിയത്. ഈ ഒരു കാഴ്ച ഒഴിച്ചാൽ അവിടെ നിന്ന് നടന്ന് 2-3 കാതം അപ്പുറത്തെത്തിയപ്പോൾ മറ്റൊരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിലേക്ക് ദേവനും സീതാദേവിയും ലക്ഷ്മണനുമൊത്ത് നടന്നു കയറി ചെന്നു. അത് സുധീഷ്ണ മുനിയുടെ ആശ്രമമായിരുന്നു. സദാസമയവും ശ്രീരാമ മന്ത്രവുമായി കഴിയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനാണ് സുധീഷ്ണ മുനി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കാലത്രയും ആയും സദാ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമദേവൻ കടന്നു വന്നതിലുള്ള അത്ഭുതം സുധീഷ്ണമുനിയെ ഞെട്ടിച്ചു. സുധീഷ്ണമുനി ദണ്ഡനമസ്കാരം ചെയ്തു. ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണുള്ള നമസ്കാരം, ദണ്ഡനമസ്കാരം ചെയ്തു. അപ്പോൾ ശ്രീരാമദേവൻ സുധീഷ്ണമുനിയെ പിടിച്ച് എണീപ്പിച്ചു. സുധീഷ്ണമുനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ. ശ്രീഹരി മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ശ്രീരാമദേവനായി അവതരിച്ചത് തൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നു എന്നത് കാണുമ്പോൾ സ്വപ്നത്തിൽ മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു സ്ഥലജല ഭ്രംശം സംഭവിച്ചതുപോലെ സുധീഷ്ണമുനി ഇങ്ങനെ രാമ 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 ശ്രീരാമചന്ദ്ര പ്രഭുയെ മഹാരാമ മഹാരാമ രാമ 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 ദേവ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ആണ് സുധീഷ്ണമുനി ശ്രീരാമനോട് സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടായി വരുന്നത്. കുറേ അധികം സമയം അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ശ്രീരാമ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭഗവാനെ കണ്ട മാത്രമേ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആവർത്തിച്ച് മന്ത്രം പറയുകയല്ലാതെ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. കുറേ കഴിഞ്ഞ സുധീഷ്ണമുനിയുമായിട്ട് സംസാരം ആരംഭിച്ചു. അവിടെ ഇരുന്നു ഉപവിഷ്ട അവരെ യഥോചിതം ആസനസ്ഥരാക്കിയതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. സുധീഷ്ണമുനി ആശ്രമത്തിലെ കാര്യങ്ങളും ഭഗവാൻ വന്ന കാര്യവും ഭഗവാനെ ഭജിച്ച് കഴിയുന്ന കാര്യവും ഒക്കെ ശ്രീരാമദേവനോട് പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നാം അറിയുന്നുണ്ടായിരുന്നു സുധീഷ്ണമുനി ഈ വിധം സദാസമയവും നമ്മെ സ്മരിച്ചുകൊണ്ടാണ് കഴിയുന്നത് എന്ന കാര്യം. അതുകൊണ്ടാണല്ലോ നാം ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞു. വളരെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ
ശ്രീരാമദേവൻ ചോദിച്ചു, നമുക്ക് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകണം. അപ്പോൾ സുധീഷ്ണമുനി പറഞ്ഞു, പോകാം, ഇതിനടുത്ത് തന്നെയാണ്, 2 കാതം അകലെയാണ്. ഇന്ന് ദയവായി അഗസ്ത്യമുനിയുടെ അനുജൻ്റെ ഈ ആശ്രമത്തിൽ തങ്ങിയാലും എന്നിങ്ങനെ പറഞ്ഞു. ഭഗവാൻ അറിയാം ഇത് അഗസ്ത്യമുനിയുടെ അനുജനാണ് സുധീഷ്ണമുനി എന്ന്. അങ്ങനെ ശ്രീരാമദേവൻ പറഞ്ഞു, എന്നാൽ ശരി എന്ന് പറഞ്ഞു. അന്ന് ആ ദിവസം സുധീഷ്ണമുനിയുടെ ആശ്രമത്തിൽ അവർ മൂവരും തങ്ങി. പിറ്റേ ദിവസം പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അഗസ്ത്യാശ്രമത്തിലേക്ക് അവർ യാത്ര തിരിച്ചു. അഗസ്ത്യാശ്രമത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സുധീഷ്ണമുനി ഒപ്പം കൂടി. നാമും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ്ണമുനി ഒപ്പം കൂടി. സുധീഷ്ണമുനി ശ്രീരാമദേവനോടൊപ്പം നടന്ന് മുന്നോട്ട് വേഗത്തിൽ നീങ്ങവേ സുധീഷ്ണമുനിക്കൊരാഗ്രഹം, ഭഗവാൻ വരുന്ന കാര്യം അഗസ്ത്യമുനി ഒന്ന് നേരത്തെ പോയി അറിയിച്ചാലോ എന്നൊരാഗ്രഹം. ആ ആഗ്രഹം പ്രകടിപ്പിച്ചു, നാം ഒന്ന് അഗസ്ത്യമുനിയെ ഈ വിവരം പോയി അറിയിച്ചോട്ടെ എന്നിങ്ങനെ ശ്രീരാമദേവനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അങ്ങനെ സുധീഷ്ണമുനി വളരെ വേഗം, ഇവരെ നടത്തിയേക്കാളും വേഗത്തിൽ ഓടി എന്ന് പറയാം, വളരെ വേഗത്തിൽ പോയി അഗസ്ത്യമുനിയെ വിവരമറിയിച്ചു. ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്, ആശ്രമത്തിലേക്ക് വരുന്നുണ്ട് എന്ന്. ഈ വിവരം ചെന്ന് അഗസ്ത്യമുനിയോട് പറഞ്ഞപ്പോൾ അഗസ്ത്യമുനിയും വാസ്തവത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായി. മുനികൾ വളരെ വേഗം തയ്യാറായി എല്ലാ പൂജാതി ഹോമകർമ്മങ്ങളുടെ സാധനങ്ങളും എടുത്തുകൊണ്ട് വളരെ വേഗം നടന്ന് ശ്രീരാമദേവനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും വരവേൽക്കുവാനായി മുന്നോട്ട് നടന്നു വന്നു. ഇത് കണ്ടപ്പോൾ ശ്രീരാമദേവന് വളരെ സന്തോഷമായി. അഗസ്ത്യമുനി നമ്മെ സ്വീകരിക്കുവാൻ ഇങ്ങോട്ട് വരികയാണ്. അഗസ്ത്യമുനിയും ആശ്രമവാസികളും ഒന്നിച്ച് വരികയാണ്. അവിടെ നിന്നും നേരെ ശ്രീരാമദേവനും സീതാദേവിയും അഗസ്ത്യമുനിക്കൊപ്പം ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിനുള്ളിലേക്ക് കടന്നുപോയി. ഈ അവസരത്തിൽ ലക്ഷ്മണൻ അഗസ്ത്യാശ്രമത്തിന് പുറത്തിങ്ങനെ ആശ്രമ പരിശ്രമമൊക്കെ കാണുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട് അവിടെ നിന്നു. ഒപ്പം അദ്ദേഹം അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാർ ധാരാളം പേരുണ്ടായിരുന്നു. ശിഷ്യന്മാരൊക്കെ മന്ത്രങ്ങൾ ജപിച്ചും പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഒരുക്കിയുമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ വളരെ ഭവ്യതയോടെയും വിനയത്തോടെയും ഒക്കെ അവർ അവിടെ നിൽക്കുന്നത് കണ്ടു. അവരോടായി മുനികുമാരന്മാരോട് ലക്ഷ്മണൻ ഇങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി. ലക്ഷ്മണൻ ഇങ്ങനെ അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാരായി അവർ അവിടെ കൂടിയതിനെക്കുറിച്ചും അവരനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ലക്ഷ്മണൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ അഗസ്ത്യമുനി ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അഗസ്ത്യമുനി വളരെ ശക്തിയുള്ള ഒരു വലിയ സന്യാസി ശ്രേഷ്ഠനാണ്. അഗസ്ത്യമുനി മഹർഷിമാരിൽ പ്രമുഖനായ ഒരു ഋഷിവര്യനാണ് എന്നൊക്കെ അറിയാം. അവരിത് പറയുമ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അഗസ്ത്യമുനി കേവലം ഒരു ഋഷീശ്വരൻ മാത്രമല്ല, അതിനും അപ്പുറമാണ്. അഗസ്ത്യമുനിയുടെ ശക്തിയും അഗസ്ത്യമുനിയുടെ പ്രവർത്തനങ്ങളും അഗസ്ത്യമുനി നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ലക്ഷ്മണൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അഗസ്ത്യമുനിയുടെ അത്ഭുതകരമായ പല പ്രവൃത്തികളും ലക്ഷ്മണൻ അവർക്ക് വിശദീകരിക്കുവാൻ തുടങ്ങി. അവരാണെങ്കിൽ
ലക്ഷ്മണന് ചുറ്റും കൂടിയിരുന്ന് അത് കേൾക്കുവാൻ അത്യധികം ആവേശമായി. ലക്ഷ്മണൻ പറഞ്ഞു, അഗസ്ത്യമുനിയുടെ അത്ഭുത പ്രവൃത്തികളിൽ ചില കാര്യങ്ങൾ നാം നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ സൂചിപ്പിച്ചത് ദേവന്മാർക്ക് നേരെ അസുരന്മാരുടെ കടന്നാക്രമണത്തെക്കുറിച്ചാണ്. കാലകേയന്മാരെന്ന് പറയുന്ന ഒരു അസുര വിഭാഗം, അവർ ദേവന്മാർ നിരന്തരം ആക്രമിക്കും. ആക്രമിച്ച ശേഷം അവരെ കാണത്തില്ല. ഇവരെവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ കാണത്തില്ല. കാരണം ഇവർ മായാജാലങ്ങളും അദൃശ്യമായി മറയുവാനൊക്കെയുള്ള ഒരുപാട് സിദ്ധികളുള്ള രാക്ഷസ വിഭാഗമാണ് കാലകേയന്മാർ. ഇവർ കൂടെ കൂടെ ഇങ്ങനെ വരും, ദേവലോകത്ത് കടന്നു വന്ന് ദേവന്മാരെയും മറ്റു ദേവതകളെയൊക്കെ ആക്രമിക്കും, മടങ്ങിപ്പോയി കടലിലൊളിക്കും. ഇവർ കടലിലാണ് വാസം, കടലിലൊളിക്കും. ഇവർ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടത്തോടെ വരും, ആക്രമിക്കും, മടങ്ങിപ്പോകും. എപ്പോൾ വരുമെന്നും എപ്പോൾ പോകുമെന്നും അറിയാത്ത നിലയിലുള്ള ഭീതിയിലാണ് ദേവലോകം. ഇവരുടെ ഒരു ആക്രമണം ഭയന്ന് ദേവന്മാർ പോലും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽപ്പെട്ടു. ദേവേന്ദ്രന് ഇവരെങ്ങനെയും നിയന്ത്രിച്ചല്ലേ പറ്റൂ. ദേവേന്ദ്രൻ പല വഴിയും ആലോചിച്ചിട്ട് അവസാനം മഹാവിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഇതിന് പരിഹാരം അഗസ്ത്യമുനിയെ കാണും, അഗസ്ത്യമുനിയിൽ നിന്ന് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി അഗസ്ത്യമുനിയെ കണ്ടു. ദേവേന്ദ്രനും മറ്റു ദേവന്മാരുമായി അഗസ്ത്യമുനിയെ കണ്ടു. അഗസ്ത്യമുനി ഇത് കേട്ട് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ദേവന്മാർക്കൊപ്പം, ഇവർ കടലിൽ ഒളിച്ചിരിക്കുകയാണല്ലോ, ദേവന്മാർക്കൊപ്പം കടൽക്കരയിൽ വന്ന് കടലിങ്ങനെ കൈക്കുമ്പിളിൽ എടുത്ത് കുടിച്ചു വറ്റിച്ചു. കടൽ വറ്റിച്ചു. മുഴുവൻ കടൽ വെള്ളവും അഗസ്ത്യമുനി എടുത്ത് കുടിച്ചു വറ്റിച്ചു. അപ്പോൾ കാലകേയന്മാർ അവിടെ ഉണ്ടല്ലോ, കാലകേയന്മാർക്ക് കുടിക്കാൻ പറ്റില്ല. ദേവേന്ദ്രൻ അപ്പോൾ തന്നെ ആക്രമിച്ച് കാലകേയന്മാരെ മുഴുവൻ വറ്റിച്ചു. കാലം കഴിഞ്ഞ് കുറേ നാൾ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ കടലില്ലെങ്കിൽ ഭൂമിയുടെ താളം തെറ്റും. കടലില്ലാത്ത അവസ്ഥ എന്ത് ചെയ്യും? കടലില്ലാത്ത അവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടൽ ഇല്ല. അപ്പോൾ കടലില്ലാത്തതിന് വീണ്ടും അഭയമാർഗം അഗസ്ത്യമുനി മാത്രമേ ഉള്ളൂ. അഗസ്ത്യമുനിയെ പോയി കണ്ടു. ഈ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് അഗസ്ത്യമുനിയോട് പറഞ്ഞു. അപ്പോൾ അഗസ്ത്യമുനി, അങ്ങനെയാണ്, അതിന് പരിഹാരം കാണാം എന്ന് പറഞ്ഞു. അഗസ്ത്യമുനി മൂത്രമൊഴിച്ചു. അങ്ങനെ ആണ് കടൽ വീണ്ടും ഉണ്ടായതെന്നാണ്. അങ്ങനെയാണ് കടലിന് ഉപ്പുരസം ഉണ്ടായതെന്നും കടൽ വെള്ളം കുടിക്കാത്തതെന്നാണ് വിശ്വാസം. കടലിന് ഒരു മൂത്രത്തിൻ്റെ ഉപ്പുരസവും കടൽ വെള്ളം കുടിക്കുകയില്ല ആളുകൾ എന്നാണ് വിശ്വാസം. ഇതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പല രോഗങ്ങൾ വന്നാലും കടൽ വെള്ളത്തിൽ കുളിക്കുക, കടലിൽ കുളിച്ചാൽ രോഗം മാറും എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. അപ്പം ആ നിലയിൽ കടൽ വെള്ളം വീണ്ടെടുത്തു. അതൊരു അഗസ്ത്യമുനിയുടെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഇത് കേട്ട് മുനികുമാരന്മാർ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി, ജീവിതമാണോ മഹർഷി എന്നുള്ള നിലയിൽ നോക്കിയിരിക്കുക. ലക്ഷ്മണൻ പറഞ്ഞു, തീർന്നില്ല, ഇനി മറ്റൊരു കാര്യമുണ്ട്.
മറ്റു പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു പ്രധാന കാര്യം, അഗസ്ത്യമുനി നടത്തിയിട്ടുള്ള മറ്റൊരു വലിയ ഇടപെടലുണ്ട്. വിന്ധ്യപർവ്വതം ഭാരതത്തിൻ്റെ പ്രധാന പർവ്വതനിരയാണ്. നാരദമുനി പലപ്പോഴും പല കുസൃതികളും ഒപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നാരദമുനി ഒരു ദിവസം നേരെ വിന്ധ്യൻ്റെ അടുത്ത് ചെന്നു. വിന്ധ്യനെ ഒന്ന് പാട്ടിലാക്കണം എന്നുള്ള നിലയിലാണ് വിന്ധ്യൻ്റെ അടുത്ത് ചെല്ലുന്നത്. അവിടെ ചെന്ന് പറഞ്ഞു, മഹാമേരു, അവിടെ ഇന്ദ്രനും ദേവതകളും കൈലാസവും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ അഹങ്കാരത്തിലാണ്. വാസ്തവത്തിൽ വിന്ധ്യന് അതിനേക്കാളും വലിപ്പവും നിലയുമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മഹാമേരുവിൻ്റെ അഹങ്കാരം തീരെ സഹിക്കാൻ കഴിയുന്നതല്ല. വിന്ധ്യനെ പോലും വലിയ പരിഗണനയില്ല മഹാമേരുവിന്. ഇത് കേട്ടപ്പോൾ വിന്ധ്യന്, അങ്ങനെയാണ്. വിന്ധ്യൻ വളരാൻ തുടങ്ങി. വിന്ധ്യനിങ്ങനെ വളർന്നു വളരെ വലിയ നിലയിലേക്ക്, ആകാശം മുട്ടയെന്നൊക്കെ പറയുന്ന മാതിരി വിന്ധ്യനിങ്ങനെ വളരെ വലിയ പർവ്വതമായി ഉയർന്നു. വലിയ പർവ്വതമായി ഉയർന്നപ്പോൾ സൂര്യനും ചന്ദ്രനും ബുദ്ധിമുട്ടായി. അവർക്ക് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. ഇത് വലിയ പ്രതിസന്ധിയായി. ഈ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ദേവതകൾ കുഴങ്ങി. അപ്പോഴും അവർ അഗസ്ത്യമുനിയുടെ സഹായം തേടാൻ തീരുമാനിച്ചു. അഗസ്ത്യമുനിയെ കണ്ടു. അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു, നാം അതിന് വഴിയുണ്ടാക്കാം. ഇതിനിടയിൽ ശ്രീ പരമേശ്വരൻ അഗസ്ത്യമുനിയോട് ഭാരതവർഷത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി അവിടെയുള്ള ആളുകൾക്ക് ഭാഷയും മറ്റു കാര്യങ്ങളുമൊക്കെ ചൊല്ലിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. അപ്പോൾ വടക്ക് നിന്നും കാശിയിൽ നിന്നും അഗസ്ത്യമുനിയെ ഭാര്യാസമേതം നില നടന്നു വന്നു. വിന്ധ്യനെ സമീപമെത്തിയപ്പോൾ വിന്ധ്യൻ ഇങ്ങനെ നിൽക്കുക. അഗസ്ത്യമുനിയെ കണ്ടപ്പോൾ തന്നെ വിന്ധ്യന് ഭയമായി. അഗസ്ത്യമുനിയെ കണ്ട് അഗസ്ത്യമുനിയെ തലതാഴ്ത്തി വിന്ധ്യൻ വണങ്ങി. തലതാഴ്ത്തി ഇങ്ങനെ വണങ്ങിയല്ലോ, നന്നായിട്ട് വണങ്ങി. അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു, നാം ഇപ്പോൾ തെക്കോട്ട് പോവുകയാണ്, നാം മടങ്ങി വരുന്നവരെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അഗസ്ത്യമുനി തെക്കോട്ട് പോന്നു. ആ തെക്കോട്ട് പോന്നിട്ട് അഗസ്ത്യമുനി വടക്കോട്ട് പോയിട്ടില്ല. വിന്ധ്യൻ അങ്ങനെ തലതാഴ്ത്തി ഈ പ്രശ്നം പരിഹരിച്ചു. ഇത്തരത്തിൽ പ്രകൃതിയെപ്പോലും തൻ്റെ കൈവശം ഇട്ടമ്മാനമാടിയിട്ടുള്ള മഹാ ഋഷീശ്വരനാണ് അഗസ്ത്യമുനി എന്ന് ലക്ഷ്മണൻ പറയുകയും അഗസ്ത്യമുനിയുടെ വിവാഹം, അഗസ്ത്യമുനിയുടെ മറ്റു അത്ഭുത പ്രവർത്തികൾ, ഇതൊക്കെ പലതുമുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് കാലേ പറയാം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ മെല്ലെ ആശ്രമത്തിനുള്ളിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ ശ്രീരാമദേവനും സീതാദേവിയും അഗസ്ത്യമുനിയൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ശ്രീരാമദേവനും അഗസ്ത്യമുനിയും ലക്ഷ്മണന് ഇരിപ്പിടത്തിലിരിക്കാൻ
നിർദ്ദേശിച്ചു. അവിടെ ലക്ഷ്മണൻ അവിടെ ഇരുന്ന് സംസാരം തുറന്നു. കുറേ അധികം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവിടെ 2-3 ദിവസങ്ങൾ വിശ്രമിച്ചു. കുറച്ച് ദിവസം വിശ്രമിച്ച് അഗസ്ത്യമുനി പറഞ്ഞു, ഭഗവാൻ നേരിട്ടെത്തി നമ്മെ കാണുകയും നമ്മെ ആശ്ലേഷിക്കുകയും ചെയ്തത് അപ്പുറം ജീവിതത്തിൽ മറ്റൊരു സമ്പാദ്യം നമുക്ക് വേണ്ട. നമുക്ക് ഇത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം. അങ്ങയുടെ കരങ്ങളാൽ നമ്മെ ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിട്ട് എത്തി, എൻ്റെ ഉപാസനമൂർത്തി നേരിട്ടെത്തി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതിലപ്പുറം സന്തോഷം ഇനി എന്ത് വേണം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഒരു ശ്രീരാമദേവനെ കണ്ടത് മുതൽ അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് അഗസ്ത്യമുനി ശ്രീരാമദേവനെയും സീതാദേവിയെയും ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അഗസ്ത്യമുനി പറഞ്ഞു, നാം അറിയുന്നു ഭൂലോകത്തിനും ഇഹലോകത്തിനും ദേവലോകത്തിനും എല്ലായിടത്തിനും ദോഷം ചെയ്യുന്ന ദശാനനെ വധിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ദൗത്യം എന്ന് നാം അറിയുന്നു. അതിലേക്ക് അങ്ങേക്ക് മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ ചില ഉപഹാരങ്ങൾ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഗസ്ത്യമുനി സൂക്ഷിച്ചിരുന്ന ചില ആയുധങ്ങൾ അത് ദേവേന്ദ്രൻ അഗസ്ത്യമുനിക്ക് നൽകിയതാണ്. അത് വളരെ ആദരപൂർവ്വം ശ്രീരാമദേവനെ അഗസ്ത്യമുനി കൈമാറി. അവിടെ നിന്നും അഗസ്ത്യമുനിയോട് സംസാരിച്ച് പിറ്റേ ദിവസം രാവിലെ അവർ മൂവരും അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ അഗസ്ത്യമുനിയോട് തന്നെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ശ്രീരാമദേവൻ സംസാരിച്ചപ്പോൾ മുനി തന്നെ നിർദ്ദേശിച്ചു, 3-4 കാലം കഴിഞ്ഞു പോയാൽ പഞ്ചവടി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ അങ്ങയ്ക്ക് ഒരു പർണശാല നിർമ്മിച്ച് അവിടെ താമസിക്കാം. അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇതിനിടയിൽ വർഷങ്ങൾ പലത് കഴിഞ്ഞു. പർണശാല പണിയാൻ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 8-10 വർഷമായി. കാട്ടിലേക്ക് എത്തി പല മുനിമാരെ കണ്ടും പലരെയും കണ്ട് എത്തിയപ്പോൾ വർഷങ്ങൾ 8-10 അങ്ങനെ പഞ്ചവടിയിലേക്ക് അവർ യാത്ര തിരിച്ചു.